നല്ലൊരു മഴ പെയ്തൊരു ദിവസാണെന്ന് വിചാരിക്കും. സോ അങ്ങനത്തെ ഒരു ദിവസം നമ്മള് റോട്ടിൽ കൂടെ പോകുമ്പഴത്തേക്കും റോഡിൽ വെച്ച് നമ്മള് റോഡിൽ നോക്കുമ്പഴത്തേക്കും നമ്മള് ഓയിലും കാണും, അതേസമയം വെള്ളവും കാണും. വെള്ളത്തിന്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും ഓയിൽ സ്പ്രെഡ് ആയി കിടന്നിട്ടുണ്ടാവുക, റൈറ്റ്? അതേപോലെ നമ്മളിപ്പോ സപ്പോസ് ഒരു ഗ്ലാസ് എടുത്തു, ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളത്തിലേക്ക് തന്നെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറഞ്ഞ ലെയർ ഓഫ് ഓയിൽ അതിന്റെ മുകളിലേക്കായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതല്ല എല്ലാ കേസിലും സംഭവിക്കുക. ഇതിപ്പോ ഓയിലിന്റെ കേസിലായതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ ഓയിലിന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ആണ് എടുക്കണേന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹണിയാണ് എടുക്കണേന്ന് വിചാരിക്കൂ. സോ ഹണിയാണ് എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇത് ഒഴിക്കുമ്പോഴത്തേക്കും ഹണി താഴത്തേക്ക് പോയിട്ട് സിങ്ക് ആവാണ് ചെയ്യുക, മുങ്ങിപ്പോയിട്ട് അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ആവാണ് ചെയ്യുക, റൈറ്റ്? സോ ഓരോ ലിക്വിഡ്സും അല്ലെങ്കിൽ ഓരോ ഫ്ലൂയിഡ്സിനും ഓരോ പ്രോപ്പർട്ടീസ് കാരണമായിരിക്കാം ചിലത് പൊങ്ങിക്കിടക്കുന്നതും ചിലത് താന്നു പോകുന്നതും. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെയിൻലി റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അതായത് ഏതൊക്കെ ഫ്ലൂയിഡ്സ് ആയിരിക്കാം ഒരുപക്ഷെ മുങ്ങിക്കിടക്കുന്നത്, അതേപോലെ ഏതൊക്കെ ആയിരിക്കാം താഴ്ന്നു കിടക്കുന്നത്, മീൻ സിങ്ക് ചെയ്യുന്നത്, ഫ്ലോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആ പ്രിൻസിപ്പിൾ വെച്ച് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപക്ഷെ പല ഇൻസ്ട്രുമെന്റ്സും ചിലപ്പോൾ ഈ പ്രിൻസിപ്പിളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്ലാസ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക് റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, ഇത് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ ക്ലാസ്സിലുള്ളത് വെള്ളവും പിന്നെ അതിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഓയിലാണ്. സെക്കൻഡ് കേസിലുള്ളത് വെള്ളം തന്നെയാണ്, പക്ഷെ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഹണിയാണ്. ഈ രണ്ട് ഫിഗറിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് ഓയിൽ എന്താ ചെയ്തിട്ടുള്ളത്, ഫ്ലോട്ട് ആണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഹണിയുടെ കേസ് വരുമ്പോൾ തൊട്ടിപ്പുറത്ത് ഈ ഒരു കേസ് വരുമ്പോഴത്തേക്കും ഹണി എന്താ ചെയ്യുന്നത്, ഫ്ലോട്ട് അല്ല ചെയ്യുന്നത്, അത് സിങ്ക് ആണ് ചെയ്യണേ. ഓക്കെ, അത് മുങ്ങിയാണ് പോകുന്നത്, താന്നു പോകും. ഇനി മൂന്നാമത്തെ കേസ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒരു മെർക്കുറി ആണ് കാണിച്ചിട്ടുള്ളത്. മെർക്കുറിയുടെ കേസ് എടുത്താൽ മെർക്കുറിയും വാട്ടറും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ മെർക്കുറി എന്ത് ചെയ്യും? സിങ്ക് ചെയ്യോ ഇല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യോ? മെർക്കുറി സിങ്ക് ആണ് ചെയ്യുക, താന്നാണ് പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ചില ഫ്ലൂയിഡ്സ് താന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് ചിലത് പൊങ്ങിക്കിടക്കുന്നത്? സോ അത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വേണ്ട പ്രിൻസിപ്പിളാണ് എന്ത് സാധനം, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പോകുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ചധികം ഫ്ലൂയിഡ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കെറസിൻ, ഓയില്, പെട്രോൾ, മെർക്കുറി, ഹണി, ഡീസൽ, സലൈൻ വാട്ടർ, ഇത്രയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ചില ഫ്ലൂയിഡ്സ് സിങ്ക് ചെയ്യാനും ചില ഫ്ലൂയിഡ്സ് ഫ്ലോട്ട് ചെയ്യാനും കാരണം വാട്ടറിന് ഒരു എന്തുണ്ടാകും, ഡെൻസിറ്റി ഉണ്ടാകും. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സോ ഈ ഡെൻസിറ്റിനെക്കാട്ടിയും ചിലത് കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. സോ ഏതൊക്കെയാണ് കൂടുതൽ ഏതൊക്കെയാണ് കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഏതാണ് ഫ്ലോട്ട് ചെയ്യുന്നത് ഏതാണ് സിങ്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യത്തെ കെറസിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ് വരിക. സോ ഡെൻസിറ്റി ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടറിൽ എന്ത് വരും? കെറസിൻ വരും. ഓക്കെ, പിന്നെ വരുന്നത് എന്താ? ഓയില് നമുക്കറിയാം ഡെൻസിറ്റി എന്തുവാ, കുറവാണ്. പെട്രോൾ എടുത്താലും പെട്രോളിന്റെ ഡെൻസിറ്റിയും വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്. നേരെ മറിച്ച് മെർക്കുറിയുടെ കേസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? മെർക്കുറിയുടെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇനി ഹണി എടുത്താലോ, ഹണിയുടെ ഡെൻസിറ്റിയും എന്തിന്റെ ഡെൻസിറ്റിനേക്കാളും, ഈ പറഞ്ഞ വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലാണ്. ഡീസൽ എന്ന് പറയുന്നത് പെട്രോൾ പോലെ തന്നെ സെയിം കാറ്റഗറിയിൽ വരും. ഡീസലിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും കുറവാണ്. സലൈൻ വാട്ടറിന്റെ കേസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റിയും വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലാണ്. സോ നമ്മളിപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്തു, കുറെ അധികം ഫ്ലൂയിഡ്സ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ആക്ച്വലി ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഡെൻസിറ്റി ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ, ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ക്ലാസിഫൈ ചെയ്തപ്പോൾ മെർക്കുറി, ഹണി, സലൈൻ വാട്ടർ ഇതിന് ഡെൻസിറ്റി കൂടുതലാണ്. കെറസിൻ, ഓയിൽ, പെട്രോൾ, ഡീസൽ ഇതിന് ഡെൻസിറ്റി എന്താണ്? വാട്ടറിനേക്കാളും കുറവാണ്. സോ ഇത് നമ്മളൊരു കമ്പാരിസണാ പറഞ്ഞത്. ഈ പറഞ്ഞ ഫ്ലൂയിഡ്സ് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. സോ ദർ ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദാറ്റ് വി കോൾ ദാറ്റ് കമ്പാരിസൺ ഈസ് കോൾഡ് as relative density. Relative density of a substance is a ratio of the density of the substance to the density of water. So അതാണ് നമ്മൾ പറഞ്ഞത്
റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സോ ഇതിനെ മാത്തമാറ്റിക്കൽ റിലേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ഈക്വലന്റ് ടു relative density, density of the substance divided by density of water. Density of the substance divided by density of water. Okay. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സപ്പോസ് കെറസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് 810 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണെന്ന് വിചാരിക്കും. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് വിചാരിക്കും. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ദ ഫോർമുല? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ? സോ മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് ഡെൻസിറ്റിക്ക് എന്ത് യൂണിറ്റ് വരുന്നത്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള യൂണിറ്റ് വരുന്നത്. ഓക്കെ. സോ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട് 810 ആണ്. സോ 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ. ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 81/100. Isn't it? 81/100, which is equivalent to 0.81. Now listen here. Common mistake എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. ഡെൻസിറ്റികളുടെ തമ്മിലുള്ള റേഷ്യോ ആണ്. റേഷ്യോന് ഒരിക്കലും ഒരു യൂണിറ്റ് ഉണ്ടാവില്ല. സോ നമ്മൾ ഒരിക്കലും 0.81 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. പകരം നമ്മൾ എന്താ വേണ്ടത്? We have to just write 0.81. Okay? Clear this much? സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റിലേറ്റീവ് ഡെൻസിറ്റി എഴുതുമ്പോഴത്തേക്കും അതിന്റെ യൂണിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതൊരു റേഷ്യോ ആണ്, അതിന് യൂണിറ്റ് ഇല്ല. സോ ഐ ഹോപ്പ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ക്ലിയർ ടു യു ഓൾ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇനി ഈ പറഞ്ഞ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു 2 ഡിവൈസാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഹൈഡ്രോമീറ്ററിനെ പറ്റിയിട്ടാണ്. ഹൈഡ്രോമീറ്റർ. എന്തിനാ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഏതാണ് ഇതിന് പിന്നിലുള്ള പ്രിൻസിപ്പിൾ? വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഫ്ലോട്ടേഷൻ വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നുള്ളത് അല്ലെ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചതിന് ശേഷം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പഠിച്ചതാണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി എങ്ങനെയാ നോക്കാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണല്ലോ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അതായത് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന്. സോ സപ്പോസ് നമ്മൾ ഒരു ഹൈഡ്രോമീറ്റർ കൊണ്ടേ വാട്ടറിൽ കൊണ്ടേ നമ്മൾ ഡിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. എത്രയായിരിക്കും അതിന്റെ റീഡിങ് കാണിക്കുക? എപ്പോഴും അത് 1 ആയിരിക്കും. കാര്യം റിലേറ്റീവ് ഡെൻസിറ്റി മീൻസ് വി ആർ കമ്പയറിംഗ് ദിസ് ഡെൻസിറ്റി വിത്ത് വാട്ടർ. സോ വാട്ടറിനെ തന്നെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ റീഡിംഗ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ബട്ട് വെൻ ഹൈഡ്രോമീറ്റർ ഇസ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ, വാട്ടറിനെക്കാളും ഡെൻസിറ്റി കൂടുതലുള്ള ഒരു ലിക്വിഡിലാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ ഇമേഴ്സ് ചെയ്യുന്നതെങ്കിൽ ദ ലിക്വിഡ് സർഫസ് വിൽ ബി ബിലോ ദ മാർക്കിംഗ് 1. റീഡിംഗ് എത്രയിലായിരിക്കും കാണിക്കുക? 1-നെക്കാളും താഴെയാണ് കാണിക്കുക. ബിക്കോസ് നമുക്കറിയാലോ റേഷ്യോ എത്രയാന്നുള്ളത്. സോ 1-നെക്കാളും ചെറുതായിരിക്കും ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്സിൽ വെച്ച് കഴിഞ്ഞാൽ കാണിക്കുക. സോ വെൻ ഹൈഡ്രോമീറ്റർ ഇസ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് ഗ്രേറ്റർ ഡെൻസിറ്റി than that of water, then the liquid surface will be below the marking 1. Okay. Now ഇത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെ? ഇനി ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ പാല്, ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാല് 100% ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലാക്ടോമീറ്റർ വെച്ചിട്ടും 100% ചെക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിനകത്ത് എത്ര കമ്പയറബിളി അതിന്റെ പ്യൂരിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. സോ ലാക്ടോമീറ്റർ വർക്ക് ചെയ്യുന്നതും എന്തിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്? ഫ്ലോട്ടേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ തന്നെയാണ് ലാക്ടോമീറ്ററിന്റെ പ്രിൻസിപ്പിളും വരുന്നത്. സോ ഇത് ഉപയോഗിച്ചിട്ട് പാലിൽ എത്ര വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പയറബിളി. ഓക്കെ. സോ പ്യോർ മിൽക്ക് ആണ് എന്നുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ എന്തായിരിക്കും ചെയ്യുക? ഫ്ലോട്ട് ആയിരിക്കും ചെയ്യുക. അല്ല ഇംപ്യൂർ ആണെങ്കിൽ ലാക്ടോമീറ്റർ ആക്ച്വലി സിങ്ക് ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മൾ ഒരു ഞാൻ പറഞ്ഞില്ലേ 100% നമുക്ക് ലാക്ടോമീറ്റർ വെച്ചിട്ട് മിൽക്ക് പ്യൂർ ആണോ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ടു ആൻ എക്സ്റ്റെന്റ് വി ക്യാൻ ജസ്റ്റ് ഡിറ്റർമൈൻ വെദർ ദ മിൽക്ക് ഇസ് പ്യൂർ ഓർ നോട്ട്. സോ മിൽക്ക് 100% മീൻസ് പ്യൂർ ആണ് എന്നുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ ഫ്ലോട്ട് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ എന്ത് ചെയ്യും? സിങ്ക് ആയി പോകും. ഓക്കെ. നൗ
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റിലേറ്റീവ് ഡെൻസിറ്റി. സോ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചു. അതിന്റെ രണ്ട് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഡിവൈസസ് നമ്മൾ പഠിച്ചു അല്ലെ. ഒന്ന് ഹൈഡ്രോമീറ്റർ, രണ്ട് ലാക്ടോമീറ്റർ. ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും എന്തിന്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ആ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നമ്മള് ബാരൻ ഫീൽഡ്സിലൊക്കെ ഇപ്പൊ ഒരു വലിയൊരു പാടം നികത്താനൊക്കെ പണ്ട് എന്ത് കഷ്ടപ്പാടായിരുന്നു. ഇപ്പൊ ഒരു JCB ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്കവേറ്റർ ഉണ്ടെങ്കിൽ അത് ഭയങ്കര എളുപ്പത്തിൽ നടക്കും. അതേപോലെ അതാണ് ഫസ്റ്റത്തെ ഇമേജ്, ഒരു എക്സ്കവേറ്റർ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് ഒരാൾ കൺട്രോൾ ചെയ്യും, അതിനനുസരിച്ച് അതിന്റെ എന്താ പറയാ ലിവർ ആക്ഷൻസ് നടക്കും. കറക്റ്റ്. ഈ രണ്ടാമത്തെ കേസ് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയും. അതായത് ഇപ്പോ ആ കാർ ആയാലും മറ്റുള്ള വെഹിക്കിൾസ് ആയാലും വളരെയധികം ഹെവിയാണ്. സോ എന്തെങ്കിലും കാരണം കൊണ്ടിട്ട് ഇത് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടെക്നിക്കാണ് എന്ത്? ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഹൈഡ്രോളിക് പ്രസ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് പ്രസ് ചെയ്യണം, അതായത് എന്തും ആകാം, ഒരു ഗ്രേറ്റർ ഫോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ പ്രസ് ചെയ്യേണ്ടത് അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ മെഷീൻ സെറ്റപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്യാണ് ചെയ്യുക. സോ ഇതെല്ലാം പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഒരു പോയിന്റിൽ, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറൊരു പോയിന്റിലാണ്. അതായത് ഇതിപ്പോ ഹൈഡ്രോളിക് ജാക്ക് എടുത്താലും ഇവിടെ ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, പക്ഷെ ആ കാറ് മൊത്തത്തിൽ ഉയർത്താൻ ഈ ചെറിയൊരു പ്രഷർ അപ്ലൈയും കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇല്ലെങ്കിൽ പോട്ടെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ എടുക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫേസ് ക്രീമോ ട്യൂബിൽ വരുന്ന ഓയിൻമെന്റ്സോ അങ്ങനെ എന്തെടുക്കുമ്പോഴും നമ്മൾ ട്യൂബിന്റെ ഏറ്റവും ബോട്ടം പാർട്ടിലായിരിക്കും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ നെക്കുന്നതും അമർത്തുന്നതും ഈ താഴത്തെ ഭാഗത്തായിരിക്കും. പക്ഷെ ഈ ഓയിൽമെന്റ് ആയാലും ക്രീം ആയാലും പെയിന്റ് ആയാലും പുറത്തേക്ക് വരുന്നത് നോസിൽ കൂടിയാണ്, മുകളിലത്തെ ഭാഗത്ത് കൂടി. കറക്റ്റ്. സോ നമ്മൾ ഏതോ ഒരു ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ എഫക്റ്റ് വരുന്നത് മറ്റൊരു ഭാഗത്ത് നിന്നാണ്. സെയിം വേ ഈ ഒരു കേസിലും നിങ്ങൾ ബോളിന്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കി. ബോളിന്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഒന്ന് അമർത്തുന്നത്. അതിന്റെ എഫക്റ്റ് കൊണ്ട് മൊത്തം ഭാഗത്തും എന്തുണ്ടാവുന്നുണ്ട്? ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പ്രഷർ ഏതോ ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, ബട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് ഹോൾ ബോഡി, ആ ഹോൾ സിസ്റ്റത്തിൽ തന്നെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. കറക്റ്റ്. സോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ പാസ്കൽസ് ലോ യൂസ് ചെയ്യുന്നത്. ദാറ്റ് വിച്ച് സേസ് ദാറ്റ് the pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. എന്താ പറഞ്ഞിട്ടുള്ളത്? the pressure applied at any point of a liquid. ഒരു ലിക്വിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് റിമെമ്പർ ദ കണ്ടീഷൻ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഇപ്പൊ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തു, പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ വെള്ളം നിറച്ചു, അത് കെട്ടി വെച്ചേക്കുവാണെന്ന് വിചാരിക്കും. അതിന്റെ ഭാഗത്ത് നമ്മൾ 4 ഹോൾ ഇട്ടാലും ആ 4 ഹോളിൽ കൂടെയും വരുന്ന വെള്ളത്തിന്റെ അളവ് സെയിം ആയിരിക്കും. ഈവൻ ആഫ്റ്റർ പ്രസിങ് ഏതെങ്കിലും ഒരു മൂലയിൽ പിടിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ കൂടെ വെള്ളം വരുന്നതിന്റെ തോത് 4 എണ്ണത്തിൽ കൂടെ അല്ലെങ്കിൽ 3 ഹോളിൽ കൂടെയും ഒരുപോലെ ആയിരിക്കും. അതാണ് പറയുന്നത് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ്. ഏത് ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്താലും ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ് സിസ്റ്റം വിൽ എക്സ്പീരിയൻസ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്. എല്ലാ വശത്തേക്കും ഒരുപോലെ ആയിരിക്കും ആ പ്രഷർ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞ പാസ്കൽസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പാസ്കൽസ് ലോ ക്ലിയർ ആണ്. ഇനി വേറൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം. ഒരു സിറിഞ്ച്, നമ്മളെല്ലാരും ഫെമിലിയർ ആണല്ലേ സിറിഞ്ച് വെച്ചിട്ട്. സിറിഞ്ചിന്റെ ഈ നോസലിന്റെ ഭാഗം, നീഡിൽ ഇല്ലാണ്ട് നോസലിന്റെ ഭാഗം അടച്ചു വെക്കുക, വെള്ളം മൊത്തം നിറച്ചിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിൽ നിന്ന് ഈ പിസ്റ്റൺ പുഷ് ചെയ്യുക. പിസ്റ്റൺ പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിലുള്ള വെള്ളത്തിന്റെ അളവിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല അല്ലെ. നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്താലും അൺടിൽ ദ നോസിൽ ഇസ് ക്ലോസ്ഡ്, എത്ര നേരം നമ്മൾ ആ നോസിൽ അടച്ചു വെച്ചിട്ട് ചെയ്യുന്നോ അത്രയും നേരം വരെ അവിടെ വോളിയത്തിന് മാറ്റം ഒന്നും വരാൻ പോണില്ല. So we can state that volume of a liquid cannot be changed using pressure. Pressure ഉപയോഗിച്ച് നമ്മൾ പിസ്റ്റണിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ അർത്ഥം എന്താ? അവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു എന്നാണ് അല്ലെ. സോ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താലും അതിന്റെ എന്ത് മാറുന്നില്ല? വോളിയം മാറുന്നില്ല. സോ വോളിയം ഓഫ് എ ലിക്വിഡ് cannot be changed using pressure. ഇതാണ് എന്തിന്റെ ബേസിക്സ്? പാസ്കൽസ് ലോന്റെ ബേസിക്സ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത രണ്ടെണ്ണം. റിലേറ്റീവ് ഡെൻസിറ്റി അത് ഇമ്പോർട്ടന്റ് ആണ്, പാസ്കൽസ് ലോയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്കൽസ് ലോന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഓക്കെ, പാസ്കൽസ് ലോ നമ്മളെ ചുറ്റിനും നേരത്തെ ഞാൻ ഇമേജ് കാണിച്ച പോലെ ഹൈഡ്രോളിക് ബ്രേക്സിൽ വെഹിക്കിൾസിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളിക് ജാക്കിന്റെ ഇമേജ് കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത്. ഈ നേരത്തെ നമ്മൾ കണ്ട ഈ ഇമേജ് ആണ് ഹൈഡ്രോളിക് ജാക്ക്. ഈ സെക്കൻഡ് ഇമേജ് ഇതാണ് ഹൈഡ്രോളിക് ജാക്ക്. മൂന്നാമത് നമ്മൾ കണ്ടതാണ് ഹൈഡ്രോളിക് പ്രസ്. ഓക്കെ, സോ ദെൻ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്സ് ഉണ്ട്, എസ്കവേറ്റേഴ്സ് ആണ് നമ്മളുടെ JCBs, എസ്കവേറ്റേഴ്സും ഉണ്ട്. സോ ഇതെല്ലാം ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്തിന്റെ പ്രിൻസിപ്പിളിലാണ്? പാസ്കൽസ് ലോന്റെ പ്രിൻസിപ്പിൾ ആണ്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അത് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ് എടുത്തിട്ട് നമുക്ക് ഈ അപ്പാരറ്റസ് വെച്ചിട്ട് ഹൈഡ്രോളിക് ജാക്കിന്റെ വർക്കിംഗ് പറയാൻ പറ്റുമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ 2 സിറിഞ്ച് ഉണ്ട്. 2 സിറിഞ്ച് നമ്മളൊരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ഒരു ലിക്വിഡ് നമ്മൾ നിറച്ചിട്ടുണ്ട്. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇസ് വാട്ടർ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിന് എക്സ് എന്നും മറ്റേതിനെ വൈ എന്നും നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പൊ ഞാൻ സപ്പോസ് ഇവിടെ നിന്നൊരു ഫോഴ്സ് താഴത്തേക്ക് അപ്ലൈ ചെയ്യണം. അതായത് ഞാൻ ഈ പറഞ്ഞ പിസ്റ്റനെ താഴത്തേക്ക് അമർത്തുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ വൈയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? എനി ചേഞ്ച്? വിൽ ദർ ബി എനി ചേഞ്ച് ഇൻ വൈ? എന്തെങ്കിലും മാറ്റം? യെസ്, ഡെഫിനറ്റ്ലി അല്ലേ. കാര്യം ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വൈ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. കറക്റ്റ്. സോ ഇവിടെയാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തത്. പക്ഷെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? വൈ ആണ് മാറിയത്. കറക്റ്റ്. നമ്മൾ ഇനി ഇവിടെ സപ്പോസ് ഇവിടെ നമ്മളൊരു 1 ന്യൂട്ടൺ വെയിറ്റ് ഇടുന്നു. ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 1 ന്യൂട്ടൺ വെയിറ്റ് ഇടാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെയും 1 ന്യൂട്ടൺ, അപ്പുറത്തും 1 ന്യൂട്ടൺ ഇട്ടു. അപ്പൊ എന്ത് സംഭവിക്കും? രണ്ടും ഇപ്പൊ നമ്മൾ നേരത്തെ പ്രസ്സിംഗ് ഒക്കെ മാറ്റി രണ്ടിനെയും സ്റ്റേബിൾ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷമാണ് നമ്മൾ ഇപ്പുറത്തേക്ക് ഒരു 1 ന്യൂട്ടൺ വെയിറ്റ് ഹാങ് ചെയ്യാൻ പോകുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 1 ന്യൂട്ടൺ ഹാങ് ചെയ്തു. സോ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? രണ്ടും ബാലൻസ് ആയി പോകും. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ഒരെണ്ണത്തിന്റെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും മറ്റേനകത്ത് അതിനകത്ത് എഫക്റ്റ് എന്ത് ചെയ്തു? എക്സ്പീരിയൻസ് ചെയ്തു. ഇനി രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത് നമ്മൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരികയാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഈ സിറിഞ്ചിന് പകരം കുറച്ചും കൂടി നാരോ ആയിട്ടുള്ള സിറിഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ഇട്ടതിൽ നിന്ന് വൈയിൽ നേരത്തെ ഉണ്ടായിരുന്ന 1 ന്യൂട്ടൺ ഇപ്പോഴും ഉണ്ട്. ആ 1 ന്യൂട്ടൺ വെയിറ്റ് നമ്മൾ ഇപ്പോഴും ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് മാത്രമാണ് മാറ്റുന്നത്? എക്സിൽ വെച്ചിട്ടുള്ള വെയിറ്റ് മാത്രം നമ്മൾ മാറ്റി, എക്സിന്റെ സിറിഞ്ചിന്റെ ഇത് മാറ്റി, എന്നിട്ട് കുറച്ചും കൂടി നാരോ ആയിട്ടുള്ള സിറിഞ്ചാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഒരു നാരോ സിറിഞ്ച് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്തു. ഇനി നേരത്തെ ഈ പറഞ്ഞ 1 ന്യൂട്ടനെ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തൊരു 1 ന്യൂട്ടൺ ഇട്ടാൽ മതിയാകുമായിരുന്നു. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഈ പറഞ്ഞ 1 ന്യൂട്ടനെ ബാലൻസ് ചെയ്യാൻ ഇപ്പോ അതിന് പറ്റുന്നുണ്ടോ എന്ന് നോക്കും. പറ്റുമോ? ഇല്ല. കാര്യം അവിടെ എന്തായി? അവിടെ ഒരു ഏരിയക്ക് വ്യത്യാസം വന്നു അല്ലെ. സോ ഇത് കുറച്ചും കൂടി നാരോ ആയി. പിന്നെ നമ്മൾ ഇതിനകത്ത് വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ്, വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് രണ്ടിനും ബാലൻസിങ് ആവുക. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഇവിടെ 1 ന്യൂട്ടൺ ഇട്ടു, ഇപ്പുറത്തും 1 ന്യൂട്ടൺ ഇട്ടു, ബാലൻസ് ആയി. കാര്യം എന്തായിരുന്നു? 2 സിറിഞ്ചും ഐഡന്റിക്കൽ ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്തേ? ഇവിടുത്തെ സിറിഞ്ച് നമ്മൾ നാരോ ആക്കി. ഇതിന് നമ്മൾ നാരോ ആക്കി. ഇവിടെ നേരത്തെ പഴയ സിറിഞ്ച് തന്നെ വെച്ചു. ഇവിടെ 1 ന്യൂട്ടൺ വെച്ചു. ഇതെന്തായില്ല? ബാലൻസ് ആയില്ല. ബാലൻസിങ് അവിടെ നടന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇത് ബാലൻസ് ചെയ്തത്. സോ എന്തുകൊണ്ട് അവിടെ ഡിഫറൻസ് വന്നേ? ബിക്കോസ് അവിടെ എന്തിന് മാറ്റം വന്നു? സർഫസ് ഏരിയക്ക് മാറ്റം വന്നു. ഓക്കെ, സോ പാസ്കൽസ് ലോ പറയുന്നത് എന്താ? നമ്മൾ ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പാസ്കൽസ് ലോയിൽ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇവിടെ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഈ പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പ്രഷർ ഈക്വലി എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യണം. കറക്റ്റ്. എല്ലാ സ്ഥലത്തേക്കും ഈ പറഞ്ഞ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ നമ്മൾ ഇവിടെ നാരോ ആക്കുമ്പോഴത്തേക്കും പ്രഷറിന്റെ ഫോർമുല എന്താ? പ്രഷർ ഇസ് ഈക്വൽ ടു എന്താ? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. കണ്ടോ? ഏരിയ കുറഞ്ഞു. ഏരിയ കുറയുമ്പോൾ അവിടെ എന്തായി? പ്രഷർ കൂടി. ആ പ്രഷർ അവിടെ കൂടിയത് കൊണ്ടിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന 1 ന്യൂട്ടൺ ഫോഴ്സിന് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഇതേ സെയിം പ്രിൻസിപ്പിൾ ആണ് എന്തിന്റെയും? ഹൈഡ്രോളിക് ജാക്കിന്റെയും. So let's see how hydraulic jack works on. So hydraulic jack ഇപ്പോൾ നമുക്ക് ടയർ മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴാണ് ഹൈഡ്രോളിക് ജാക്കിന്റെ യൂസേജ് വരുന്നത് അല്ലെ. സോ ഹെവി വെഹിക്കിൾസ് ഉയർത്താൻ വേണ്ടി, ഇപ്പൊ കാർസ് ആയാലും മറ്റ് ഹെവി വെഹിക്കിൾസിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോളിക് ജാക്ക് യൂസ് ചെയ്യുക. ഇതാണ് ഹൈഡ്രോളിക് ജാക്കിന്റെ സെറ്റപ്പ്. ഇവിടെ നോക്കി, ഇവിടെ സർഫസ് ഏരിയ കുറവാണ്, ഇവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. സോ ദിസ് ഈസ് A1, ഇതാണ് സർഫസ് ഏരിയ A1. ഇതെന്തുവാ? ഫോഴ്സ് F1 ആണ്. ഓക്കെ, സോ ഫോഴ്സ് F1, ഇത് സർഫസ് ഏരിയ A1. ഈ ഒരു ഏരിയയിൽ നമ്മൾ വിചാരിക്കും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ, അത് F2 ആണ്. ഇതിന്റെ ഏരിയ A2 ആണെന്ന് നമ്മൾ
അസ്യൂം ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ അസംഷൻസ് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, പാസ്കൽസ് ലോ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ പാസ്കൽസ് ലോ അനുസരിച്ച് എന്താ, പ്രഷർ എന്ന് പറയുന്നത് രണ്ട് സൈഡിലെയും സെയിം ആയിരിക്കണം. സോ ഇപ്പുറത്ത് ഞാൻ പ്രഷറിനെ പി എക്സ് എന്ന് നെയിം ചെയ്യാണ്, ഇപ്പുറത്ത് ഞാൻ പി വൈ എന്ന് നെയിം ചെയ്യാണ്. സോ രണ്ട് സൈഡിലെയും പ്രഷർ എപ്പോഴും എന്തായിരിക്കണം, എപ്പോഴും ഈക്വലന്റ് ആയിരിക്കണം. സോ പി എക്സ് ഷുഡ് ബി ഈക്വലന്റ് ടു പി വൈ. Now, what is the formula for pressure? Pressure is equal to force by area. Force by area ആണ് എന്ത് സാധനം, പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പി എക്സ് എന്തായിരിക്കും, പി എക്സ് ഇസ് ഈക്വൽ ടു F1 by A1 അല്ലെ. പി വൈ എന്തായിരിക്കും, F2 by A2. ഓക്കെ, സോ ഇതിനെ ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും, ഈ ഇക്വേഷനിൽ നോക്കുമ്പോൾ F1 by A1 is equivalent to F2 by A2 അല്ലെ. സോ നമുക്കിപ്പോ F2 ആണ് റിസൾട്ടന്റ് വേണ്ടത്, അല്ലെങ്കിൽ F2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെക്കൂ. അപ്പൊ എന്ത് വരും, F2 is equal to A2 by A1 into F1 എന്ന് വരും. ഓക്കെ, സോ സപ്പോസ് ഈ പറഞ്ഞ ഏരിയ ഡിഫറൻസ്, ഇവിടെയാണല്ലോ ഏരിയ കൂടുതൽ, ഇവിടെ നമ്മൾ 1 ആണെങ്കിൽ ഇവിടെ നമ്മളൊരു 100 ഇരട്ടിയാന്ന് വിചാരിക്കും, 100 ആണെന്ന് വിചാരിക്കും സപ്പോസ്. ഓക്കെ, സോ നമുക്ക് പറയാം A2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ A1ന്റെ ഒരു 100 ഇരട്ടിയാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് 100 A1 by A1 into F1 അല്ലെ. സോ ഫോഴ്സ് എന്താകും, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 100 F1 ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ന്യൂട്ടൺ ഫോഴ്സേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഇവിടെ എഫക്റ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. സോ നമ്മളുടെ എഫേർട്ട് കുറവാണ്, പക്ഷെ അതിന്റെ എഫക്റ്റ് കൂടുതലാണ്. സോ നമുക്ക് ഹെവി വെഹിക്കിൾസ് വേഗം എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. സോ പാസ്കൽസ് ലോ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു ഡിവൈസ് ആണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതിന്റെ ഇനി ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി മച്ച് മോർ ക്ലിയർ. Two tubes of different area of cross section filled with a liquid are connected. രണ്ട് ട്യൂബ്, അതിന്റെ രണ്ടിന്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെന്റ് ആണ്, അത് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, now the area of cross section of small pipe, small pipeന്റെ cross sectional area എത്രയാണ്, A1 is equal to, it is 0.0002125 meter square. അതാണ് എന്തിന്റെ ഏരിയ, A1 ന്റെ ഏരിയ. ആൻഡ് ദാറ്റ് ഓഫ് ദി ലാർജ് വൺ ന്റെ ഏരിയ എത്രയാ, A2 is equal to 0.020096 meter square. ഇതാണ് A2 ന്റെ ഏരിയ. ഓക്കെ, now calculate the pressure experienced on the large piston. സോ നമ്മൾ നേരത്തെ വരച്ച പോലത്തെ ഒരു സെറ്റപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നാരോ ഇതായിരിക്കും ലാർജ് പിസ്റ്റൺ അല്ലെ. ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. F2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇഫ് എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഇസ് അപ്ലൈഡ് ഓൺ ദ സ്മോൾ പിസ്റ്റൺ, ഇവിടുത്തെ ഫോഴ്സ് ഏതാണ്, F1. സോ ഇത് F1, ഇവിടുത്തെ ഏരിയ A1, ഇവിടുത്തെ ഏരിയ A2. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്, F2. സോ F1 തന്നിട്ടുണ്ട്, എത്രയാണ്, 10 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ടുപിടിച്ച ഫോർമുല എന്താ, F2 is equal to A2 by A1 into F1. എന്താ A2ന്റെ വാല്യൂ, ഇറ്റ് is 0.020096 divided by 0.0001256 into F1 എത്രയാ, 10. ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് 16 എന്ന ഉത്തരം കിട്ടുന്നത്, 16. സോ 16 into 10 is equal to 160. എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയണേ, ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ. സോ ആൻസർ എന്തായിരിക്കും, 160 ന്യൂട്ടൺ ആണ് ആൻസർ. ഓക്കെ, സോ അത്രയുമായി പാസ്കൽസ് ലോ ഡിസ്കസ് ചെയ്തു. പാസ്കൽസ് ലോന്റെ എന്ത് ഡിസ്കസ് ചെയ്തു, ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളത് ഇതിന്റെ ഒന്ന് സമ്മറി നമുക്ക് പറഞ്ഞു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ സമ്മറി. നമ്മൾ ആദ്യം പഠിച്ചത് എന്ത് സാധനമായിരുന്നു, റിലേറ്റീവ് ഡെൻസിറ്റിനെ പറ്റിയാ പഠിച്ചത്. കുറച്ച് ഫ്ലൂയിഡ്സ് നമ്മൾ വാട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ സിങ്ക് ചെയ്യും, ചിലത് ഫ്ലോട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ചിലത് സിങ്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചിലത് ഫ്ലോട്ട് ചെയ്യുന്നത്, ഡെൻസിറ്റി ഓഫ് വാട്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അത് സിങ്ക് ചെയ്യും, വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഹണി എന്നുള്ളത് എന്തിന് എക്സാമ്പിൾ, ഡെൻസിറ്റി കൂടുതലുള്ളതിന് എക്സാമ്പിൾ ആണ്. സോ ഹണി ആയാലും
മറ്റുള്ളത് ഫോർ എക്സാമ്പിൾ ഹണി, മെർക്കുറി, സലൈൻ വാട്ടർ, ഇതെല്ലാം വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്, സോ സിങ്ക് ചെയ്യും. പെട്രോൾ, ഡീസൽ, കെറസിൻ ഡെൻസിറ്റി കുറവാണ്, സോ അത് ഫ്ലോട്ട് ചെയ്യും. ഇനി ഇതിന്റെ ബേസിസിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഫോർമുല എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ, വിച്ച് ഇസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഈ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്തിന്റെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. ലാക്ടോമീറ്റർ സ്പെസിഫിക്കലി മിൽക്കിൽ എത്ര ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പാസ്കൽസ് ലോ പഠിച്ചു, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് ഒരിക്കലും വോളിയം എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല എന്ന് പഠിച്ചു. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, എക്സ്കവേറ്റർ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്സ്, ഇതെല്ലാം എന്തിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്നതാണ്? പാസ്കൽസ് ലോന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലെ. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പിസ്റ്റൺ പോലൊരു സാധനം തന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം തരും നിങ്ങൾക്ക്, എന്നിട്ട് ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്യും, ഇവിടെ വൈ എന്ന് മാർക്ക് ചെയ്യും. അണ്ട് എക്സിൽ സപ്പോസ് ഇപ്പോൾ ഒരു 220 ആണ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഇസ് ദ പ്രഷർ അറ്റ് വൈ എന്നായിരിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വരിക. സോ ഇവിടെ എത്ര പ്രഷർ ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത്രയും പ്രഷർ ആയിരിക്കും ഈ സൈഡിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഡാറ്റ പറഞ്ഞത്? വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് യുവർ കൺക്ലൂഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഓൺ വിച്ച് പ്രിൻസിപ്പിൾ ഡിഡ് യു അറൈവ് അറ്റ് യുവർ ആൻസർ എന്ന് ചോദിക്കാം. അതേതായിരിക്കും? പാസ്കൽസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ഇനി പിന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റൈറ്റ് എനി ടു ഡിവൈസസ് വിച്ച് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ എന്ന് ചോദിക്കാം. അപ്പൊ രണ്ട് എക്സാമ്പിൾസ് എഴുതുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഹൈഡ്രോളിക് ജാക്കിന്റെ ഡയഗ്രാം വരച്ച് ഫോർമുല എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, so I hope this much is clear to you all. Thank you. Manorama Horizon, learning made simple.